നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ വെള്ളമില്ലാത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 5 ദിവസമായി തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളം മുടങ്ങിയത്. കുറെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആദ്യമായി തലസ്ഥാനത്ത് വെള്ളമില്ലാത്തതിന്റെ പേരിൽ, കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ സ്കൂളുകൾ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തലസ്ഥാനത്തെ 1-2 ഇടങ്ങളിൽ വെള്ളമുണ്ട്. അതായത് നഗരപ്രദേശങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നഗരപ്രദേശങ്ങളിൽ തന്നെ 1-2 ഇടങ്ങളിൽ വെള്ളമുണ്ട്. വെള്ളം ഉണ്ടായതിലുള്ള ദുഃഖമല്ല രേഖപ്പെടുന്നത്, പക്ഷേ ഇവിടങ്ങളിലുണ്ട്. എന്തുകൊണ്ടത് മറ്റിടങ്ങളിൽ വരുന്നില്ല എന്നതാണ് ചോദ്യം. എവിടെയൊക്കെയാണ് വെള്ളം ഇപ്പോൾ ലഭിക്കുന്നത്, കുടിവെള്ളം ഇപ്പോൾ ഉള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, MLAയും തലസ്ഥാന രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ പങ്കെടുത്ത വിവാഹ നിശ്ചയ ചടങ്ങിൽ അതിഥികൾക്ക് കൈ കഴുകാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം. ഫോർട്ട് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിന്റെ ശ്രദ്ധയ്ക്കിടയിലാണ് ദുരവസ്ഥ ഉണ്ടായത്. ഒടുവിൽ വധുവിന്റെ ബന്ധുക്കൾ വാഹനവുമായി ചാലയിലെത്തി 200-ലധികം ക്യാനുകളിൽ കുപ്പിവെള്ളം എത്തിച്ചാണ് കൈ കഴുകാൻ സൗകര്യം ഒരുക്കിയത്. അമ്പലത്തറ തോട്ടം റെസിഡൻസ് അസോസിയേഷൻ കാലടി ബാലചന്ദ്രന്റെ മകൾ ഭാവനയും നാലഞ്ചര ചേഞ്ചേരി മാകുളത്ത് വീട്ടിൽ വിശാഖും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത്. കടകംപള്ളി സുരേന്ദ്രൻ MLA, UDF കൺവീനർ MM ഹസൻ, കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 700ഓളം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സദ്യ 2ാം പന്തി ആരംഭിച്ചതോടുകൂടിയാണ് വെള്ളമില്ല എന്ന് അറിഞ്ഞത്. ഇവിടെയുള്ള 2000 ലിറ്ററിന്റെ ടാങ്ക് ശൂന്യമാവുകയായിരുന്നു. തുടർന്നാണ് വലിയ വില കൊടുത്ത് ക്യാനുകൾ വാങ്ങി വെള്ളം എത്തിച്ചത്. മന്ത്രിമന്ദിരങ്ങളിൽ വെള്ളം മുടങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മന്ത്രിമന്ദിരങ്ങളിൽ മാത്രമല്ല, AKG സെന്ററിലും മേയറുടെ വാർഡിലും ഒന്നും തന്നെ വെള്ളം മുടങ്ങിയിട്ടില്ല. തലസ്ഥാനത്തെ പകുതിയോളം വാർഡുകളിൽ വെള്ളം മുടങ്ങിയിട്ടും മന്ത്രിമന്ദിരങ്ങളിലും വെള്ളം യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. ഭൂരിഭാഗം മന്ത്രിമന്ദിരങ്ങളും വെള്ളം മുടങ്ങിയത് ബാധിച്ച വാർഡുകളിൽ അല്ല എന്നതാണ് പ്രധാന കാരണം. മന്ത്രിമന്ദിരങ്ങളിൽ വെള്ളം മുടങ്ങിയാൽ ഉടൻ തന്നെ ടാങ്കറിൽ വെള്ളം എത്തിക്കുകയും ചെയ്യും. ഭാഗികമായി വെള്ളം മുടങ്ങുമെന്ന് അറിയിച്ചിരുന്ന കുന്നുകുഴി വാർഡിലുള്ള CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിലും MLA ഹോസ്റ്റലിലും വെള്ളം മുടങ്ങിയിട്ടില്ല എന്നതും കാണാം. പക്ഷേ 5ാം ദിവസമായ ഇന്നുവരെ ജനം സഹിച്ചു. പക്ഷേ അത് നാളെ കൂടി കടക്കുകയാണെങ്കിൽ ജനം അത് നടുറോഡിലിറങ്ങി പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം സമരവും പണിമുടക്കും ഹർത്താലും ഒക്കെ തന്നെ കണ്ട് തഴമ്പിച്ച ജീവിതമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ സമരം ചെയ്യുവാനോ പുറത്തേക്ക് ഇറങ്ങുവാനോ മുദ്രാവാക്യം വിളിക്കുവാനോ ഒന്നും മടിയില്ലാത്ത ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങുക തന്നെ ചെയ്യും. ഇറങ്ങി പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും. മേയർ ഒരു വശത്ത് മറ്റുള്ളവർ കുറ്റം പറയുന്നു, മുൻ മേയർ മറുവശത്ത് മറ്റുള്ളവർ കുറ്റം പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സത്യത്തിൽ ഇവിടെ പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്.